ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫലഖും നാസും ഇറക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് എല്ലാ വിഷയങ്ങളിൽ നിന്നും കാവൽ തേടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ ഫലഖും നാസും ഇറക്കപ്പെട്ടതിന് ശേഷം മുത്തുനബി തങ്ങൾ അത് ഓതലിനെ ധാരാളമായിട്ട് പതിവാക്കുകയും അത് കാരണമായിട്ട് വലിയ കാവൽ ലഭിക്കപ്പെടുകയും ചെയ്തു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വധിക്കാൻ വേണ്ടി വന്ന എത്രയോ ആളുകൾ വീട് വളഞ്ഞ സന്ദർഭത്തിൽ ശത്രുക്കളുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷപ്പെട്ടത് നമുക്കൊക്കെ അറിയാം. മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സൂറത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് ഹിഫ്ളിന് വേണ്ടിയിട്ടുള്ള അമലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആഫത്ത് മുസീബത്തുകളിലൊക്കെ പെടുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ഒരു സൂറത്ത് കാരണമാകും. ഇപ്പോൾ മുത്തുനബി തങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്യുകയും തങ്ങളുടെ കൈവെള്ളകളിലേക്ക് ഊതിയിട്ട് ശരീരം മുഴുവനും കൈയെത്തുന്ന ഭാഗങ്ങളിലെല്ലാം തടവിയിട്ട് ആണ് ഹബീബായ തങ്ങൾ കിടക്കാറുണ്ടായിരുന്നത്. ഇത് അവിടുത്തെ പതിവായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം കാവലുകൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ് എപ്പോഴും. അള്ളാഹു നമുക്ക് പ്രത്യേകമായ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.